ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ചെറിയ ഉള്ളിയും ഈ പച്ചമുളകും കൊണ്ടുള്ള ഒരു കറിയാണ്. കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല, പക്ഷേ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ വയ്ക്കുന്ന രീതിയിലാണ് ഇത് വന്നിട്ട്. പിന്നെ പല രീതിയിൽ ആൾക്കാർ ഇത് കൊണ്ട് കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിതിൽ 1/4 കിലോ ചെറിയ ഉള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് വരാം. അപ്പം ഞാനത് ആ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാനതിനായിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഇതിൽ തീരെ കുറച്ചേ എണ്ണ വീഴുന്നുള്ളൂ. 2 സ്പൂൺ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചൂടാകാം. ചുവന്ന് ഉലുവായിട്ട് കരിഞ്ഞു പോയത്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നു. അതിന് കുറച്ച് വെച്ചോ. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളക് അരിഞ്ഞുകൊണ്ടല്ലേ അത് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം ചെറിയ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഒന്ന് വഴറ്റിയെടുക്കാം. വഴണ്ടിരിക്കട്ടെ. അപ്പം നമ്മളിട്ട ഉള്ളിയും പച്ചമുളകും നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. നല്ല ചുമന്ന രീതിയിൽ വഴണ്ടിയിരിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളിയുണ്ടല്ലോ, അത് നല്ല രീതിയിൽ കലക്കിയിട്ട് ഇതിലൊഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിൽ കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. ശകലം ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് തികയത്തില്ല. ഇനിയിപ്പോൾ ശകലം ഇതിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ കായപ്പൊടി. 1/2 ടീസ്പൂൺ പോലും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ആയാലും മതി. ഈ പൊടികളൊന്നും ഒരു കറിയിലും കൂടിപ്പോകരുത്. കൂടിപ്പോയെങ്കിൽ ആ കറി കയ്പുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിതിൽ നല്ല രീതിയിൽ തിളയ്ക്കണം. അപ്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല തിളക്കട്ടെ. നമുക്കിനി ഇത് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ നോക്കാം. കറക്റ്റാണ് കേട്ടോ. 2 പച്ചമുളക് ഇട്ടുള്ളൂ, പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ കായപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നേ. ഇത് മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ എരിവ് ഇത് കാണത്തില്ല, ചെറിയൊരു കളർ കിട്ടും. നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. നല്ല രീതിയിൽ തിളങ്ങണം. ടേസ്റ്റ് നോക്കിക്കോട്ടെ. ഉപ്പും പൊടിയും ആ ചെറിയ ഉള്ളിയുടെ ആ ടേസ്റ്റും എല്ലാം കൂടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. തീരെ വെള്ളം പോലെ വയ്ക്കുന്ന കറിയല്ല ഇത്.
ഒരു സൈഡ് ഡിഷായിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ. ഇത് ഉള്ളിയും മുളകും കൂടെയുള്ള പച്ചടിയാണ്. പക്ഷേ പിന്നെ ചിലരൊക്കെ ഉണ്ടാക്കുന്നതെല്ലാം വ്യത്യാസമായിട്ടാണ്. ഓരോരുത്തർ ഉണ്ടാക്കുന്നത് ഈ പച്ചടി ഓരോ രീതിയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ, പിന്നെ ഒരു സ്പൂൺ ഞാൻ ഇടുന്നേ ഉണ്ടോ, കുഞ്ഞു സ്പൂണാണ് ഉണ്ടോ, ഇട്ട് കൊടുക്കുന്നു. അതുകൂടെ മിക്സ് ചെയ്യാം. അതും കൂടെ ഇടുമ്പോൾ ആ മധുരവും പുളിയും എരിവും എല്ലാം കൂടെ നല്ലൊരു ബാലൻസ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്യുന്നു കേട്ടോ. ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ഉള്ളിയും മുളകും കൂടെയുള്ള ആ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം ജോലിയില്ല, കൂടുതൽ സാധനങ്ങളും ആവശ്യമില്ല, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു കറി മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. താങ്ക് യു.